1948 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഫലസ്തീൻ പ്രദേശത്തെ ജൂത അറബ് രാജ്യങ്ങളായി വിഭജിച്ചു. അന്ന് മുതലാണ് പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ 75 വർഷങ്ങൾക്കിപ്പുറം ഫലസ്തീന്റെ മണ്ണ് വെട്ടിമുറിച്ച് ജൂതന് നൽകിയതിൽ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഫലസ്തീൻ ജനതയെ മുഴുവനായും കൊന്നൊടുക്കി ആ പ്രദേശത്തെ തന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് കനത്ത പ്രഹരം നൽകുകയാണ് ബ്രിട്ടൻ. ചരിത്രപരമായി ചെയ്ത തെറ്റ് തിരുത്തി ഫലസ്തീനെ അംഗീകരിക്കാൻ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ തയ്യാറാകുമ്പോൾ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഇസ്രായേൽ. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഈ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പതിറ്റാണ്ടുകളായി ഇസ്രായേലിനോട് ചേർന്ന് നിന്നിരുന്ന പ്രമുഖ പാശ്ചാത്യ ശക്തികൾ നിലപാട് മാറ്റിപ്പിടിച്ചതോടെ ലോക രാഷ്ട്രീയത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. പരമ്പരാഗതമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗങ്ങളിൽ ഇതിനോടകം 147 രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ നടപടി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നിലപാടുകൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെ പ്രതിഫലനമാണ് ഈ നീക്കം. ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഫലസ്തീനോടൊപ്പം നിൽക്കുന്നു എന്നത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്? പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ വഴിത്തിരിവിനെ കുറിച്ച് പറയാം. ഇസ്രായേൽ ഒറ്റപ്പെടുന്നോ എന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായി നിലകൊണ്ടിരുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഈ നീക്കം ഇസ്രായേലിന്റെ വിദേശ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെ വ്യക്തമായ സൂചന നൽകുന്നു. ഈ സംഭവ വികാസങ്ങൾ ഇസ്രായേലിന്റെ ആഗോള രാഷ്ട്രീയത്തിലെ സ്വാധീനം കുറഞ്ഞു വരുന്നതിലേക്കും അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഇസ്രായേലിന്റെ പരമ്പരാഗത സഖ്യകക്ഷികളുടെ നിലപാട് മാറ്റം ഏറെ ശ്രദ്ധേയമാണ്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് ഒരു സാധാരണമായ സംഭവമല്ല. ഈ രാജ്യങ്ങൾ പരമ്പരാഗതമായി അമേരിക്കയോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചിരുന്നവരാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഫലസ്തീൻ ഭൂമിയിലെ ഇസ്രായേലിന്റെ അധിനിവേശ നടപടികൾ, ഗസയിലെ സൈനിക പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിക്കുന്ന നിലപാടുകൾ എന്നിവ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും ജനങ്ങളുടെയും ശക്തമായ വിമർശനത്തിന് കാരണമായി. ഈ വിമർശനങ്ങൾ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും അതിന്റെ ഫലമായി ഈ രാജ്യങ്ങൾ തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗങ്ങളിൽ 147 രാജ്യങ്ങൾ ഇതിനോടകം ഫലസ്തീനെ അംഗീകരിച്ചത് ഈ മാറ്റത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ ഇസ്രായേലിന്റെ പരാജയത്തെക്കുറിച്ച് പറയാം. ഈ നീക്കങ്ങളെ ഇസ്രായേലിന്റെ ആഗോള രാഷ്ട്രീയത്തിലെ പരാജയമായി കണക്കാക്കാമോ? പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാനാകുന്നില്ലെങ്കിലും അവരുടെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞു വരുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് എങ്കിലും അതിർത്തികൾ, കുടിയേറ്റം, മനുഷ്യാവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട അവരുടെ സമീപനങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വീകാര്യമല്ലാതായിരിക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണ ഇപ്പോഴും ഇസ്രായേലിന് നിർണായകമാണെങ്കിലും ഈ സഖ്യകക്ഷികളുടെ പിന്മാറ്റം ഭാവിയിൽ അമേരിക്കയുടെ നിലപാടുകളിലെ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ഫലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ ഈ രാജ്യങ്ങൾ രണ്ട് രാഷ്ട്ര പരിഹാരത്തെ, അതായത് ദുരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനും ഫലസ്തീനും സമാധാനപരമായി തുല്യതയോടെ സഹവർത്തിക്കാൻ കഴിയുന്ന ഒരു പരിഹാരമാണ് ഇത്. ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ബഹുമുഖ ലോകക്രമം, അതായത് മൾട്ടി പോളാർ വേൾഡ് ഓർഡർ രൂപപ്പെടുന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം പശ്ചിമേഷ്യൻ മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിടാൻ സാധ്യതയുമുണ്ട്. ഇത് ഇസ്രായേലിനെ കൂടുതൽ സംയമനത്തോടെ പെരുമാറാനും ചർച്ചകൾക്ക് തയ്യാറാക്കാനും പ്രേരിപ്പിച്ചേക്കാം. അതുപോലെ ഫലസ്തീനികൾക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കായി അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കാനും ഇത് അവസരം തുറക്കും. എന്നിരുന്നാലും ഈ നീക്കങ്ങൾ പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ സങ്കീർണവും അതുപോലെ തന്നെ ഒരുപാട് ആഴത്തിൽ വേരൂന്നിയതുമാണ്. പക്ഷേ ഇസ്രായേലിനോട് ചേർന്ന് നിന്നിരുന്ന രാജ്യങ്ങൾ പോലും ഫലസ്തീനോട് അനുഭാവം കാണിക്കുന്നത് ഒരു സുപ്രധാന വഴിത്തിരിവ് തന്നെയാണ്. ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു പുനർവിചിന്തനത്തിന് കാരണമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അറബ് മണ്ണിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ബ്രിട്ടൻ. എന്നാൽ ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായി ബ്രിട്ടൻ സ്വീകരിക്കുന്ന നിലപാട്
ആഗോള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ ബ്രിട്ടന്റെ പങ്ക് വളരെയേറെ നിർണായകമായിരുന്നു. ഇതിന്റെ തുടക്കം 1917 ബാൾഫർ പ്രഖ്യാപനത്തിൽ നിന്നാണ് വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൾഫർ ഫലസ്തീനിൽ ജൂതന്മാർക്കായി ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടൻ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അന്നത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഫലസ്തീൻ യുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ഈ പ്രഖ്യാപനം ലോക സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ഉത്തേജനം നൽകുകയും ജൂത കുടിയേറ്റത്തിന് വഴി തുറക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ ഈ നിലപാട് മേഖലയിലെ അറബ് ജനതയുടെ എതിർപ്പിനും കാരണമായി. ഫലസ്തീന്റെ ഭാവി സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾക്കും ജൂത സമൂഹത്തിനും ബ്രിട്ടൻ വ്യത്യസ്തമായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇത് പിന്നീട് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറി. എന്തുകൊണ്ടായിരിക്കും ബ്രിട്ടൻ നിലപാട് മാറ്റിയത് എന്നല്ലേ? വർഷങ്ങളോളം ഇസ്രായേലിനെ പരസ്യമായി പിന്തുണച്ച അതേ ബ്രിട്ടൻ ഫലസ്തീൻ പ്രശ്നത്തിൽ സമീപകാലത്ത് നിലപാട് മാറ്റം വരുത്താൻ തുടങ്ങിയത് പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേലിന്റെയും സൈനിക നടപടികൾ, കുടിയേറ്റ കേന്ദ്രങ്ങളുടെ വിപുലീകരണം, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും അതുപോലെ സാധാരണ ജനങ്ങളുടെയും ശക്തമായ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഈ സമ്മർദ്ദം ബ്രിട്ടീഷ് സർക്കാരിന് അവഗണിക്കാനാവാത്തതായി മാറി. രണ്ടാമത്തെ കാര്യം ദുരാഷ്ട്ര പരിഹാരമാണ്. ഫലസ്തീനും ഇസ്രായേലും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കുക എന്ന ആശയത്തെ അന്താരാഷ്ട്ര സമൂഹം പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ നിലപാടുകൾ ഈ പരിഹാരത്തിന് തടസ്സമാകുന്നതായി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവർ കരുതുന്നുണ്ട്. അടുത്ത വിഷയം ആഭ്യന്തര രാഷ്ട്രീയമാണ്. ബ്രിട്ടനിലെ ജനസംഖ്യയിൽ ഗണ്യമായ അറബ് മുസ്ലിം വിഭാഗങ്ങൾ ഇന്നുണ്ട്. ഇസ്രായേലിന്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ബ്രിട്ടന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയതോടെയാണ് കാര്യങ്ങളൊന്ന് മാറി ചിന്തിക്കാൻ ബ്രിട്ടൻ ആരംഭിച്ചത്. ഇസ്രായേലിന്റെ ഒറ്റപ്പെടലിലേക്ക് വരികയാണെങ്കിൽ ഗസയിലെ സൈനിക നടപടികൾക്ക് ശേഷം ആഗോളതലത്തിൽ ഇസ്രായേൽ നേരിടുന്ന ഒറ്റപ്പെടൽ വർദ്ധിച്ചു വരികയാണ്. പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും ഇസ്രായേലിന്റെ നയങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ തുടങ്ങിയത് ഈ ഒറ്റപ്പെടലിന്റെ സൂചനയാണ്. ബ്രിട്ടന്റെ ഈ നിലപാട് മാറ്റം ഒരു പ്രതീകാത്മകമായ നീക്കം മാത്രമല്ല, ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പ്രാധാന്യം ഊന്നിക്കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. അതായത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും അവഗണിച്ച് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ നീക്കം നൽകുന്നത്. ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ പോലും തങ്ങളുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ഇസ്രായേലിന് ഇത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമാധാന ചർച്ചകളിലേക്ക് മടങ്ങാനും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ അംഗീകരിക്കാനും ഇത് ഇസ്രായേലിനെ നിർബന്ധിച്ചേക്കാം. ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതിന് തുല്യമാണ്. ബ്രിട്ടന്റെ ഈ നിലപാട് മാറ്റം ദീർഘകാല സമാധാനത്തിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പാണ്. എന്നിരുന്നാലും ഫലസ്തീൻ പ്രശ്നത്തിന്റെ സങ്കീർണത കണക്കിലെടുക്കുമ്പോൾ ഇത് മാത്രമായി പ്രശ്നം പരിഹരിക്കില്ല. പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വഴിത്തിരിവ് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ താൻ ഒറ്റപ്പെടുകയാണെന്ന തിരിച്ചറിവോടെയാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത്. അവരുടെ പ്രതികരണം പ്രധാനമായും രണ്ട് തലങ്ങളിലാണ്. ഒന്ന്, നയതന്ത്രപരമായ ചെറുത്തുനിൽപ്പും രണ്ടാമത്തത് ആഭ്യന്തരമായ അവരുടെ നിലപാടുകൾ ന്യായീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ്. നയതന്ത്രപരമായ ഒറ്റപ്പെടലിനോടുള്ള പ്രതികരണമാണെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങളോട് ഇസ്രായേൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നീക്കങ്ങൾ സമാധാന പ്രക്രിയയെ ദുർബലപ്പെടുത്തുമെന്നും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അവർ പറയുന്നു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിന് പകരം ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നു. അടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. അതായത് ഇസ്രായേലിന്റെ നേതൃത്വം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ആരോപിക്കുന്നത്. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നത് ശരിയായ രീതിയല്ല എന്നതാണ് അവരുടെ നിലപാട്. ചില സന്ദർഭങ്ങളിൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കുകയോ നയതന്ത്ര പ്രതിനിധികളെ തിരികെ വിളിക്കുകയോ ചെയ്യാറുണ്ട്. ഫലസ്തീൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ഇസ്രായേലിന്റെ പതിവ് പ്രതികരണങ്ങളിൽ ഒന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് മാറ്റം ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയെ ഇന്നും അവർക്ക് കരുത്തു നൽകുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ ഇസ്രായേൽ ഈ പിന്തുണ പരമാവധി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഫലസ്തീനോട് അനുഭാവം കാണിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ നിലപാടുകൾ ആഭ്യന്തരമായി ന്യായീകരിക്കുന്നതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുകയാണ് ജൂതന്മാർ. സുരക്ഷാ ആശങ്കകൾക്ക് ഊന്നൽ നൽകുകയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അവർ ആഭ്യന്തരമായി പ്രചരിപ്പിക്കുന്നു. സായുധ ഗ്രൂപ്പുകൾക്ക് ശക്തി ലഭിക്കാൻ ഇത് കാരണമാകുമെന്നും ആക്രമണ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് സമ്മർദ്ദം നേരിടുമ്പോൾ ഇസ്രായേലിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. പൊതുജനങ്ങളിൽ ദേശസ്നേഹം ഉണർത്തി സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പം നിർത്താൻ ഇത്
സഹായിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ ഫലസ്തീനോട് കാണിക്കുന്ന മമതയോട് ഇസ്രായേൽ പ്രതികരിക്കുന്നത് ഒരു പ്രതിരോധ നിലപാടിലൂടെയാണ്. നയതന്ത്രപരമായി പ്രതിഷേധിക്കുകയും ആഭ്യന്തരമായി ജനങ്ങളെ ഒന്നിപ്പിച്ച് സുരക്ഷാ ആശങ്കകൾക്ക് ഊന്നൽ നൽകി തങ്ങളുടെ നിലപാടുകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ അതോ നിലപാടുകളിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.